എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. LPG സബ്സിഡി പൂർണ്ണമായും നിർത്തില്ലെന്ന് കേന്ദ്രം. പാവപ്പെട്ടവർക്കുള്ള സബ്സിഡി സഹായം തുടരും. അനർഹർക്ക് ഇളവ് നൽകില്ല. സബ്സിഡി നിർത്തലാക്കാൻ തീരുമാനിച്ചത് UPA സർക്കാരെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ പിണറായി വിജയനോട് CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. മുഖ്യമന്ത്രി വിളിപ്പിച്ച ഗവർണർക്കെതിരെ തിരുവഞ്ചൂർ. രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും കേരളം റിപ്പോർട്ട് നൽകിയില്ലെന്ന് കേന്ദ്രം. പൾസർ സുനിയെ ഫോണിൽ വിളിച്ചത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമെന്ന് അപ്പുണ്ണിയുടെ മൊഴി. കേസിൽ എല്ലാ പ്രതികളും അറസ്റ്റിലായിട്ടില്ലെന്ന് സുനി. നടൻ സിദ്ദിഖിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നടിയുടെ പേര് വെളിപ്പെടുത്തിയ അജു വർഗീസിനെതിരെ കേസ് റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി. TP സെൻകുമാറുമായുള്ള നിയമ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് സെൻകുമാറിനെ പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. വ്യക്തി സ്വകാര്യതയിലേക്ക് ഭരണകൂടത്തിന്റെ കൈകടത്തൽ അനുവദിക്കരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 2020 മത്സരത്തിന് അനുമതി. BCCI അനുമതി നൽകി. അത്ലറ്റിക് ടീമിൽ നിന്ന് പുറത്താക്കിയതിനെതിരായ PU ചിത്രയുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക്. പാചകവാതകത്തിനുള്ള സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. പാവപ്പെട്ടവർക്കുള്ള സബ്സിഡി തുടരും. എന്നാൽ അനർഹർക്ക് സബ്സിഡി നൽകാൻ സാധിക്കില്ല. UPA സർക്കാരിന്റെ കാലത്താണ് സബ്സിഡി നിർത്തലാക്കാൻ തീരുമാനിച്ചതെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. അതേസമയം LPG സബ്സിഡി എടുത്തുകളയാനുള്ള തീരുമാനത്തിനെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം വെച്ചു. അടുത്ത വർഷം മാർച്ചോടെ എല്ലാ സബ്സിഡികളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പാചകവാതക സിലിണ്ടറുകളുടെ വില പ്രതിമാസം 4 രൂപ വീതം വർദ്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ മെയ് 30-ന് കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നൽകിയ ഉത്തരവ് ജൂൺ 1-നാണ് നിലവിൽ വന്നത്. സബ്സിഡി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ശൂന്യവേളയിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 10 മിനിറ്റ് നിർത്തിവെച്ചു. തുടർന്ന് സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിശദീകരണം നൽകിയത്. പാചകവാതകത്തിനുള്ള സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. പാവപ്പെട്ടവർക്കുള്ള സബ്സിഡി തുടരും. എന്നാൽ അനർഹർക്ക് സബ്സിഡി നൽകാൻ സാധിക്കില്ല. UPA സർക്കാരിന്റെ കാലത്താണ് സബ്സിഡി നിർത്തലാക്കാൻ തീരുമാനിച്ചതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള സബ്സിഡിയാണ് തുടരുകയെന്നും പ്രധാൻ അറിയിച്ചു. ലോക്സഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുമതി നൽകിയില്ല. ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ശൂന്യവേളയിൽ അംഗങ്ങൾ സഭയിൽ നിന്നിറങ്ങിപ്പോയി. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ്, MP രാജേഷ് CPIM MP, ഒപ്പം ശ്രീ JR പത്മകുമാർ BJPയുടെ സംസ്ഥാന വക്താവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണയിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസിന്റെ കാലത്തെ നയം ഞങ്ങൾ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര പെട്രോളിയം മന്ത്രി, ഇന്ന് വിശദീകരിക്കുന്നത്. അത് ശരിയാണ്. കാരണം പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞത് കോൺഗ്രസ് ആണ്. ഡീസലിന്റെ വില നിയന്ത്രണം എടുത്തു കളയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ കാലത്ത് നടന്നിരുന്നില്ല. പിന്നെ BJP വന്നപ്പോൾ എടുത്തു കളഞ്ഞു. ഗ്യാസ് സബ്സിഡി പരിമിതപ്പെടുത്തിയത് UPAയുടെ കാലത്താണ്. പൂർണ്ണമായും എടുത്തു കളയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ BJP സർക്കാർ ഇപ്പോൾ അത് പൂർണ്ണമായും എടുത്തു കളയുന്നു. ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവകാശമുണ്ടോ? ശ്രീമതി ബിന്ദു കൃഷ്ണ. ഒരു സംശയവുമില്ല, പൂർണ്ണമായും സബ്സിഡി നിർത്തലാക്കുവാൻ കോൺഗ്രസ് ഗവൺമെന്റുകൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുമ്പ് ഈ സബ്സിഡി നിരക്കുകൾ, രാജ്യത്തെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകുന്ന സബ്സിഡി നിരക്കുകൾ വളരെ കൂടുതലായിരുന്നു. ശേഷവും ആ സബ്സിഡി നിരക്കുകൾ വളരെ കൂടിയിരുന്ന സമയത്ത് രണ്ടാം UPA ഗവൺമെന്റ് തീരുമാനിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് GDPയുടെ 1.9% സബ്സിഡി ഒരു പരിധി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള നയസമീപനങ്ങൾ, സബ്സിഡി ലീക്കേജ് അടക്കമുള്ള തെറ്റുകൾ ഒഴിവാക്കി അർഹരായ ആളുകളിലേക്ക് സബ്സിഡി എത്തിക്കാനുള്ള നയപരിപാടികൾ ആവിഷ്കരിച്ച് അതേ നയമാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ, അതേ നയമാണ് ഈ സർക്കാരും പറയുന്നത്. പാവപ്പെട്ടവരെ ഞങ്ങൾക്ക് സഹായിക്കണം, പാവപ്പെട്ടവർക്ക് സബ്സിഡി നൽകുമെന്ന് രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ്സിഡി അനർഹരിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഈ സർക്കാരും പറയുന്നത്. കഴിഞ്ഞ സർക്കാരും അത് തന്നെയാണ് പറഞ്ഞത്. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ പൂർണ്ണമായും സബ്സിഡി എടുത്ത് കളയുമായിരുന്നല്ലോ. കഴിഞ്ഞ സർക്കാർ സബ്സിഡി എടുത്ത് കളഞ്ഞില്ല എന്ന് മാത്രമല്ല,
കളഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കായ ആളുകൾക്ക് സബ്സിഡി നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയി ഈ UPA ഗവൺമെന്റ്. ഇവിടെ ഇപ്പോ BJP ഗവൺമെന്റ് അത് പറയാനുള്ള ഒരു അവകാശവുമില്ല. അവരെന്താ ചെയ്യുന്നത്? ഈ രാജ്യത്തെ 18.12 ലക്ഷം കോടി ആളുകൾ ഇതിന്റെ ഉപഭോക്താക്കളാണ് എങ്കിൽ 2.66 ആളുകൾക്കായി അവര് ഉജ്ജ്വല പ്രോജക്ട് കൊടുക്കുമെന്ന് പറയുന്നു. ഉജ്ജ്വല പരിപാടി എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഉജ്ജ്വല പരിപാടി ശുദ്ധ തട്ടിപ്പാണ്. ആളുകൾക്ക് ആ ഡെപ്പോസിറ്റ് തുക ഒഴിച്ച് ബാക്കി മുഴുവൻ തുകയും ഈ രാജ്യത്തെ പാവപ്പെട്ട വീട്ടമ്മമാർ കെട്ടിവെക്കേണ്ട രീതിയിലാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, BJPയുടെ ഗവൺമെന്റിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ട്രാൻസ്ഫറിനെയും ആധാറിനെയും എതിർത്തു. എന്തുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം അത് അധികാരത്തിന്റെ സൗകര്യമായിരിക്കും ശ്രീമതി ബിന്ദു കൃഷ്ണ. അധികാരത്തിലെത്തിയപ്പോൾ അവർ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം പറഞ്ഞു, സമ്മതിച്ചു. പക്ഷേ UPA നടപ്പാക്കാൻ ശ്രമിച്ചത് നടപ്പാക്കി കാണിക്കുകയല്ലേ BJP എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ തീരുമാനം 2010 ജൂൺ 15 എടുത്തതാണെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് ഒരു എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രണബ് മുഖർജി, മമതാ ബാനർജി, അഴഗിരി, ശരത് പവാർ തുടങ്ങിയ അംഗങ്ങൾ അടങ്ങിയ ക്യാബിനറ്റിന്റെ എംപവേർഡ് ഗ്രൂപ്പ്. ആ എംപവേർഡ് ഗ്രൂപ്പ് തീരുമാനിച്ചത് ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നതിന് ആനുപാതികമായി പീരിയോഡിക് റിവിഷൻ വേണം, വില പുനർനിർണയം വേണം LPGയുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. ആ പോളിസി ഞങ്ങളും തുടരുകയാണ് എന്നാണ് ലളിതമായ ഭാഷയിൽ ഇന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി വിശദീകരിക്കുന്നത്. അപ്പോൾ നയം എന്നുള്ളത് ഒരു തുടർച്ചയാണെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. ഒന്നാമതായി BJP ഗവൺമെന്റ് കോൺഗ്രസിന്റെ നയപരിപാടികൾ തെറ്റാണ് എന്ന് ഈ രാജ്യത്ത് പ്രചാരണം നടത്തി അതിനു വിരുദ്ധമായ വോട്ട് വാങ്ങി വിജയിച്ചവരാണ്. രണ്ടാമത്തെ കാര്യം, UPA ഗവൺമെന്റ് കാലത്ത് ശ്രീ പ്രണബ് മുഖർജിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ ആ ഒരു പോളിസി ഉണ്ടല്ലോ, അത് ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണമെന്നുള്ള UPA ഗവൺമെന്റിന്റെ വളരെ ശക്തമായ നിലപാടാണ്. ഇടതുപക്ഷ സൈദ്ധാന്തികർ അവതരിപ്പിക്കുന്നത് പോലെ പാവങ്ങളെ എന്നും പാവങ്ങളായി ഈ രാജ്യത്ത് നിലനിർത്താനുള്ള ഒരു സാമ്പത്തിക നയമല്ല UPA ഗവൺമെന്റിനോ കോൺഗ്രസ് ഗവൺമെന്റിനോ കാലാകാലങ്ങളിൽ ഉള്ളത്. അതുകൊണ്ടാണ് 1947 മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കോൺഗ്രസ് ഗവൺമെന്റുകളും ജനങ്ങളെ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്. ഞാൻ മടങ്ങിയെത്താം ശ്രീമതി ബിന്ദു കൃഷ്ണ താങ്കളിലേക്ക്. ശ്രീ JR പത്മകുമാർ, ഇത് വഞ്ചനയാണ്. DBTL സ്കീമിൽ ചേരുമ്പോൾ ഈ സർക്കാർ എന്താണ് പറഞ്ഞത്? സബ്സിഡി പാഴായി പോകുന്നത് തടയാൻ, കൃത്യമായ ഗുണഭോക്താക്കളിലേക്ക് സബ്സിഡി എത്തിക്കാൻ, സബ്സിഡിയുടെ വിതരണം കാര്യക്ഷമമാക്കാൻ ആണ് ഞങ്ങൾ ഈ സ്കീം കൊണ്ടുവരുന്നതെന്നാണ്. അത് വിശ്വസിച്ചാണ് ഞാൻ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചത്. എന്നിട്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് ഈ നമ്പർ കൊടുത്തത്. എൻ്റെ പ്രതീക്ഷ സബ്സിഡി തുക അക്കൗണ്ടിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് 2018 മാർച്ച് വരെ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്നു സർക്കാർ. ഇങ്ങനെ ഈ രാജ്യത്തെ 18 കോടി ഗ്യാസ് ഉപഭോക്താക്കളെ വഞ്ചിച്ചത് എന്തിനായിരുന്നു? ശ്രീ പത്മകുമാർ, ചോദ്യം കേട്ടില്ല അവസാനം. എന്തിനായിരുന്നു ഈ രാജ്യത്തെ ഉപഭോക്താക്കളെ, പാചകവാതക ഉപഭോക്താക്കളെ വഞ്ചിച്ചത്? അവരോട് പറഞ്ഞിരുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണത്തിന്റെ രൂപത്തിൽ സബ്സിഡി തുക വരും എന്നാണ്. അത് വിശ്വസിച്ചാണ് DBTL സ്കീമിൽ ആളുകൾ ചേർന്നത്. അത് വിശ്വസിച്ചാണ് ആളുകൾ അക്കൗണ്ട് നമ്പറും ആധാർ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കുകയും അതനുസരിച്ചുള്ള ഒരു ഫോം ഈ ഗ്യാസ് വിതരണം ചെയ്യുന്ന ഏജൻസിയിൽ കൊടുക്കുകയും ഈ സ്കീമിൽ അംഗമാവുകയും ചെയ്തത്. എന്നിട്ടിപ്പോൾ 2018 ആകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ഗ്യാസ് സബ്സിഡി ഇല്ലാതാവുകയാണ് എന്ന സത്യം അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. എന്തിനായിരുന്നു ഈ വഞ്ചന എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വഞ്ചനയായിട്ട് തോന്നുന്നതാണ്. ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വഞ്ചനയായിട്ട് തോന്നുന്നില്ല. സബ്സിഡി ഇപ്പോൾ സബ്സിഡൈസ്ഡ് സിലിണ്ടറിന്റെ എത്രയാ വില? ഇപ്പോഴെത്രയാ വില? 477 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞോളൂ. സാങ്കേതിക തകരാറുകളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ JR പത്മകുമാറിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJP
UPA കാലത്ത് സമരം നടത്തി. സ്മൃതി ഇറാനിയും അരുൺ ജെയ്റ്റ്ലിയും ഒക്കെ ഗ്യാസ് സിലിണ്ടറിന് മുൻപിൽ നിന്ന് സമരം ചെയ്യുന്നത് കണ്ടു. ഇവിടെ വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും സമരം ചെയ്യുന്നത് കണ്ടു. ശരിയാണ്. പക്ഷേ അവർ ഭരണത്തിലെത്തുമ്പോൾ അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാനുള്ള റോൾ ഇതാണ് എന്നവർ മനസ്സിലാക്കുന്നു. ഈ ആളുകളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കേണ്ടതില്ല. അതിനേക്കാൾ പാവപ്പെട്ട ആളുകളെ ഈ ലാഭം കൊണ്ട് സഹായിക്കാമെന്ന് സർക്കാർ കരുതുന്നു എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനൊരു യുക്തിയുമില്ല അഭിലാഷ്. ഒന്നാമതായി BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന് ഒരു സ്ഥിരതയില്ല. അവരുടെ നയപരിപാടികൾക്ക് യാതൊരു വ്യക്തതയുമില്ല. പാവപ്പെട്ടവർക്ക് ഇങ്ങനെ സബ്സിഡി കൊടുക്കണ്ട, അവർക്കത് കൊടുക്കാമെന്ന് ശ്രീ അഭിലാഷിനെ പോലെ ശുദ്ധഗതിക്കാരായ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ അല്ലെ ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചാൽ അതല്ല. 1,14,000 കോടി രൂപ വൻകിട മുതലാളിമാരെ എഴുതി തള്ളുന്ന ഒരു ഗവൺമെന്റ് പട്ടിണി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നു. ഇവിടെ സാധാരണക്കാർക്ക് ഗ്യാസ് ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് ഇതൊരു പ്രശ്നമല്ല എന്ന് ശ്രീ JR പത്മകുമാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തെ സാധാരണക്കാർക്കിടയിലേക്ക് ഒന്ന് കടന്നു ചെല്ലണം. ഒരുപാട് പേരുടെ കാര്യങ്ങൾ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. 3 സെന്റിൽ താമസിക്കുന്ന ഒരാള്, ആ ഒരാളിലെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് ഈ സബ്സിഡി ഇല്ലാതെ വില കൊടുത്ത് വാങ്ങിക്കാനുള്ള വരുമാനം അവർക്കില്ല. മുമ്പ് നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ വീടുകളിൽ വിറക് ഉപയോഗിച്ച് വേവിച്ചു കഴിഞ്ഞിരുന്നു. ഇന്നത്തെ കാലത്ത് വിറക് കിട്ടാനില്ല. ആ 3 സെന്റിൽ വിറക് കീറി ഉണക്കി പരിപാലിക്കാനുള്ള സാഹചര്യമില്ല. ഇതും പോരാതെ ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കായ അമ്മമാരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളത് ഈ വിറകടുപ്പ് ഊതിയെടുക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. രണ്ടാമതായി ഈ ഗ്യാസിന്റെ വിലവർധനം എന്ന് പറയുന്നത് കേവലം അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നാളെ ഈ ഗ്യാസ് സബ്സിഡി നിൽക്കുന്ന മാർച്ച് മുതൽ നമ്മൾ ഒരു കടയിൽ കയറി ചായ കുടിച്ചാലും അതിന്റെ ഫലം ആ ചായയുടെ വിലയിൽ അടക്കം വരുന്നു എന്ന് പറഞ്ഞാൽ ശ്രീ JR പത്മകുമാർ, ഞാൻ ചോദിച്ചു ഇതൊരു വഞ്ചനയല്ലേ എന്ന്. താങ്കൾ പറഞ്ഞു എനിക്കത് വഞ്ചനയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഗ്യാസ് ഉപഭോക്താക്കൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന്. എന്തടിസ്ഥാനത്തിൽ 18 കോടി 11 ലക്ഷം ഉപഭോക്താക്കളുണ്ട് ഇപ്പോൾ സബ്സിഡി പറ്റുന്നവരായിട്ട്. അവർക്ക് അവരുടെ സബ്സിഡി ഓരോ മാസവും കുറഞ്ഞു വരികയാണ്. അത് 1 വർഷം കൂടി കഴിയുമ്പോൾ അവസാനിക്കാൻ പോകുന്നു. അവർക്ക് പിന്നെ എന്താണ് തോന്നേണ്ടത്? അവർക്ക് എന്ത് തോന്നുമെന്നാണ് BJP കരുതുന്നത്? അങ്ങനെയല്ലല്ലോ. ഈ വളരെ വ്യക്തമായിട്ട് മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ അർഹതപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സബ്സിഡി റേറ്റിൽ കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഇപ്പോൾ തന്നെ 24 കോടി കൺസ്യൂമേഴ്സ് ഉള്ളതിൽ ഏകദേശം 2-2.5 കോടി ആളുകൾ ഇപ്പൊ തന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ അർഹതപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ അർഹത എങ്ങനെയാണ് ശ്രീ JR പത്മകുമാർ കണ്ടെത്തുക? എങ്ങനെയാണ് അർഹരെ തെരഞ്ഞെടുക്കുക? അത് പറയൂ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സൗജന്യ കണക്ഷൻ കിട്ടിയ ആളുകളുണ്ട് 2.5 കോടി. ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് ഇനിയും ഗ്യാസ് സബ്സിഡിയോട് കൂടി കിട്ടും എന്നാണോ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. സൗജന്യ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ. അല്ലല്ല, ഈ ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് തുടർന്നും ഗ്യാസ് കിട്ടും സബ്സിഡിയോടുകൂടി എന്നുള്ളതിനപ്പുറത്ത് ഈ പറഞ്ഞ 18 കോടി 11 ലക്ഷം ഉപഭോക്താക്കൾ ഇപ്പോഴും സബ്സിഡി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യത്തിന് അർഹരാവുക? അവരെ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇനി തെരഞ്ഞെടുക്കുക ആനുകൂല്യത്തിന് വേണ്ടി? അല്ല അഭിലാഷ്, ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഈ രീതിയിൽ താങ്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടോ? ഓർഡർ ഇറങ്ങിയിട്ടുണ്ടോ? പാർലമെന്റിൽ ചോദിച്ചതിന് മറുപടി പറഞ്ഞ് കാര്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് മന്ത്രി ചോദ്യത്തിന് രേഖാമൂലം ഉത്തരം നൽകിയതാണ്. അപ്പോൾ അത് തെറ്റായി വരികയില്ലല്ലോ. എന്ന് മാത്രമല്ല, കേന്ദ്ര ഓയിൽ മിനിസ്ട്രിയുടെ 2 ഉത്തരവുകൾ, 2 നിർദ്ദേശങ്ങൾ ഈ പെട്രോളിയം കമ്പനികൾക്ക് പോയിട്ടുണ്ട്. 3 പെട്രോളിയം കമ്പനികൾക്കും. ഒന്ന് ജൂലൈ 1, 2016 2 മെയ് 30, 2017 ജൂലൈ 1, 2016 നിർദ്ദേശമാണ് മാസം 2 രൂപ വെച്ച് കൂട്ടാൻ നിർദ്ദേശിക്കുന്നത്. മെയ് 30, 2017 നിർദ്ദേശമാണ് 4 രൂപ വെച്ച് കൂട്ടാൻ ഈ എണ്ണ കമ്പനികളോട് നിർദ്ദേശിക്കുന്നത്. ഈ 2 നിർദ്ദേശങ്ങൾ ഓയിൽ മിനിസ്ട്രിയിൽ നിന്ന് പോയതാണ്. ആ മന്ത്രി ലോക്സഭയിൽ ഇന്നലെ ചോദ്യത്തിനുള്ള ഉത്തരമായി രേഖാമൂലം നൽകിയ മറുപടിയും ഇതുതന്നെയാണ്. അല്ല, ഇത്
ഇത് ഗ്യാസ് ഉൽപാദനം തുടങ്ങിയ സമയത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ വില അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. വില കൂടിയിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും വില കൂടും. അതുകൊണ്ട് ഞങ്ങൾ 1947 വിലക്ക് 2017 കൊടുക്കാൻ അല്ല, ആ തരത്തിലുള്ള വില കൂട്ടലല്ല. അതിനനുസരിച്ച് ആള് കൺസ്യൂമർ ആഗോള വിപണിയിലെ വിലയുടെ മാറ്റം അനുസരിച്ചുള്ള വില കൂട്ടലോ വില കുറയ്ക്കലോ അല്ല ഇത് ശ്രീ JR പത്മകുമാർ. മറിച്ച് ഓരോ മാസവും 2 രൂപ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ മാസവും 2 രൂപ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മുതൽ 2016 ജൂലൈ മുതൽ 10 തവണ അങ്ങനെ 2 രൂപ വെച്ച് കൂട്ടി. അതിനുശേഷം ഈ മെയ് മാസത്തിൽ നൽകിയ നിർദ്ദേശപ്രകാരമാണ് 4 രൂപ വെച്ച് കൂട്ടുന്നത്. 2 തവണ 4 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഈ സബ്സിഡി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ വളരെ വ്യക്തമായി മന്ത്രി പറഞ്ഞത് സബ്സിഡി അവസാനിപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ അടുത്ത വർഷം 2018 മെയ് വരെ, ഇങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണിത്. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സബ്സിഡി റേറ്റ് ഇന്നിപ്പോൾ സബ്സിഡി റേറ്റിൽ ഇതുപോലെ മിനിമം 2 രൂപയോ അല്ലെങ്കിൽ 4 രൂപയോ കൂട്ടി വരുന്ന ഒരു സംഖ്യയിൽ എത്തുമ്പോൾ ആ സംഖ്യയിൽ എല്ലാവർക്കും കൊടുത്താൽ നിങ്ങൾക്ക് എന്താ തടസ്സം? എല്ലാ ആളുകൾക്കും അതേ റേറ്റ് കിട്ടുന്നു. ഇപ്പൊ 1020 രൂപയ്ക്ക് കിട്ടുന്നത് 532 രൂപയ്ക്ക് കിട്ടിയാൽ നഷ്ടമാണോ? അതുകൊണ്ട് സബ്സിഡി തന്നെ കൊടുക്കണം എന്നുള്ള നിലയിൽ നിങ്ങൾ സംസാരിക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ള, ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ഇല്ല. നേരത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഒരു അപ്രോച്ച് പേപ്പർ ഉണ്ട്. ഓരോ മേഖലയിലും നടപ്പിൽ വരുത്തേണ്ട സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഗവൺമെന്റുകൾ പ്രവർത്തിച്ചു വരുന്നത്. സബ്സിഡി കുറച്ചു കൊണ്ടുവരികയായിരുന്നു. അത് കുറച്ച് സീറോയിൽ എത്തിക്കും. അതാണ് സർക്കാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ താങ്കൾക്ക് എന്ത് വ്യക്തത കുറവാണുള്ളത്? എനിക്കൊരു വ്യക്തത കുറവുമില്ല. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ സബ്സിഡി റേറ്റിൽ കിട്ടുന്ന റേറ്റില് സബ്സിഡി ഇല്ലാത്തൊരവസ്ഥയിൽ കിട്ടിയാൽ എന്താ, എല്ലാവർക്കും കിട്ടിയാൽ എന്താ കുഴപ്പം? അല്ല, അതിപ്പോ സർക്കാരിന്റെ മേന്മ കൊണ്ടാകുമോ? അത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്രയാണെന്ന് കൂടി ആലോചിക്കണം. അതല്ലാതെ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടല്ലോ. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന്റെ വില എത്ര? അല്ല, അതിന് കാരണം പറയൂ. നിങ്ങൾ പറയുന്നത് 9 മാസം 10 മാസം കഴിയുമ്പോഴാണ്. 77 രൂപയുടെ ഒരു വർധനവ് ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ വരും. അതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ മനസ്സിലാക്കുന്നത്. ദയവായി തുടരണം. ശ്രീ MP രാജേഷ്, ഒരു നിമിഷം. ശ്രീ MP രാജേഷ്, ഈ കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടോ? ഇന്നലെ മന്ത്രി വിശദീകരിച്ച കാര്യം സബ്സിഡി പടിപടിയായി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ്. ഇന്ന് അദ്ദേഹം രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡി നൽകും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുക ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽപ്പെട്ട ആളുകൾക്ക് തുടർന്നും സൗജന്യമായി ഗ്യാസ് കിട്ടുമെന്നാണോ, അതോ ഇപ്പോൾ സബ്സിഡി അനുഭവിക്കുന്ന പാവപ്പെട്ടവരായ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇനി തുടർന്നും സബ്സിഡി കിട്ടുമെന്നാണോ? എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത്? ഒരു വ്യക്തത കുറവും ഇക്കാര്യത്തിലില്ല. സർക്കാരിന് തികഞ്ഞ വ്യക്തത ഇക്കാര്യത്തിലുണ്ട്. ഇവിടെ പത്മകുമാർ പറയുന്നത് വളരെ വലിയ തമാശയാണ്. സബ്സിഡി ഇല്ലെങ്കിലും സബ്സിഡി നിരക്കിൽ കിട്ടിയാൽ പോരെ എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് കേട്ടത്. എന്താണ് സബ്സിഡി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ? സബ്സിഡി ഇല്ലാതാക്കുക പറഞ്ഞാൽ പിന്നെ വിപണി വിലയ്ക്ക് വാങ്ങുക എന്നാണ് അർത്ഥം. മാർക്കറ്റിൽ എന്താണോ വില ആ വിലയ്ക്ക് വാങ്ങുക. മാർക്കറ്റിലെ വില കൂടുതലായതുകൊണ്ടാണ് മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു ഇളവും ആശ്വാസവുമായിട്ടാണ് സബ്സിഡി കൊടുക്കുന്നത്. പിന്നെ സബ്സിഡി എടുത്തു കളഞ്ഞാൽ പിന്നെ എങ്ങനെയാ കുറഞ്ഞ നിരക്കിൽ കിട്ടുക? അപ്പൊ മാർക്കറ്റ് വിലയ്ക്കാണ് വാങ്ങുക. ഇപ്പൊ സബ്സിഡി ഇല്ലാത്ത സിലിണ്ടർ ഉണ്ട്, അത് കുറഞ്ഞ നിരക്കിലാണോ? അത് മാർക്കറ്റ് നിരക്കിലല്ലേ വാങ്ങുന്നത്? ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സബ്സിഡി ഇല്ലാത്ത ഒരു വിഭാഗം ഇപ്പോഴുണ്ട്. അവർ കുറഞ്ഞ നിരക്കിലാണോ വാങ്ങുന്നത്? അവർ മാർക്കറ്റ് വിലയ്ക്കാണ് വാങ്ങുന്നത്. സബ്സിഡി എടുത്തു കളഞ്ഞാൽ എല്ലാവരും മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങേണ്ടി വരും. എന്തായിരുന്നു ഇന്നലത്തെ ചോദ്യം? എനി പ്രപ്പോസൽ ടു ഫേസ് ഔട്ട് ദ LPG സബ്സിഡി ഇൻ ദ കൺട്രി ചോദ്യം. ഇനി എന്താണ് ഉത്തരം? ഉത്തരം ഇതാ: till the reduction of government subsidy to nil or till March 2018 or till further orders, whichever is earliest. മനസ്സിലായില്ലേ? സബ്സിഡി 0-ലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ മാർച്ച് 2018 വരെ ഏതാണോ ആദ്യം അതുവരെ 4 രൂപ കൂട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ 4 രൂപ വെച്ച് 2018 മാർച്ച് വരെ കൂട്ടുമ്പോഴേക്കും സബ്സിഡി, ഇപ്പോഴുള്ള സബ്സിഡി പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അപ്പൊ സബ്സിഡി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് വരെയാണ് ഇവർ വില കൂട്ടാൻ നിശ്ചയിച്ചിട്ടുള്ളത്.
അപ്പൊ മാർക്കറ്റ് വിലയ്ക്ക് ഇനി എല്ലാവരും വാങ്ങേണ്ടി വരും. ഇന്ന് ബഹളവും വലിയ പ്രതിഷേധവും ഉയർന്നു വന്നപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ പറഞ്ഞു, പാവപ്പെട്ടവർക്ക് സബ്സിഡി നഷ്ടമാവാതെ നോക്കും. അത് പ്രതിഷേധം വന്നപ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന എന്ന നിലയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രസ്താവനയായി അടവായിട്ടെടുത്താൽ മതി. എന്തായിരുന്നു പ്രധാനമന്ത്രി എല്ലാവരും സ്വയം സബ്സിഡി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്? നിങ്ങൾ സാമ്പത്തിക ശേഷിയുള്ളവർ സ്വയം സബ്സിഡി ഉപേക്ഷിച്ചാൽ ബാക്കിയുള്ളവർക്ക് കൂടുതൽ ആളുകൾക്ക് സബ്സിഡി കൊടുക്കാം, പാവപ്പെട്ടവർക്ക്. അന്ന് അതാ പറഞ്ഞത്. ഇപ്പോൾ ആളുകൾ കുറച്ചു പേരൊക്കെ സ്വയം ഉപേക്ഷിച്ചു. ഇപ്പോഴോ ബാക്കിയുള്ളവരുടെ സർക്കാർ നിർബന്ധപൂർവ്വം എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത, അങ്ങേയറ്റം നിഗൂഢമായി സത്യസന്ധതയുടെ ഒരു അംശം പോലും ഇല്ലാതെ തികഞ്ഞ കാപട്യവും വഞ്ചനയുമാണ് ഈ സർക്കാർ ഈ കാര്യത്തിൽ എന്നല്ല എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കുന്നത്. അതിന്റെ തെളിവാണിത്. ശരി, വ്യക്തമായിക്കോട്ടെ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം ശ്രീ എം പി രാജേഷ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ JR പത്മകുമാർ, സർക്കാർ സബ്സിഡി ഭാരം ഒഴിവാക്കുകയാണ്. സർക്കാരിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും. 2013 ബജറ്റിൽ 96,879 കോടിയാണ് സബ്സിഡി ഇനത്തിൽ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള സബ്സിഡി ഇനത്തിൽ മാത്രം ചെലവാക്കിയതെങ്കിൽ അത് കഴിഞ്ഞ ബജറ്റാകുമ്പോൾ 25,000 കോടിയായി താഴ്ന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രണം എടുത്തു കളഞ്ഞ് സബ്സിഡി പൂർണ്ണമായും ഇല്ലാതാക്കി. ഇപ്പോൾ ഗ്യാസിനും മണ്ണെണ്ണയ്ക്കുമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സബ്സിഡി ഉള്ളത്. ഗ്യാസിൻ്റെ സബ്സിഡി അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണമായും എടുത്തു കളയുന്നതോടുകൂടി പിന്നെ സബ്സിഡി നിരക്കിൽ കിട്ടുക മണ്ണെണ്ണ മാത്രമായി മാറുകയാണ്. സർക്കാർ ഈ നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് വളരെ പാവപ്പെട്ടവരായ ആളുകളാണ് എന്ന ബോധ്യം സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയും, നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ രാജേഷ് പറഞ്ഞത് കണ്ടല്ലോ, ഞങ്ങളെ സമ്മർദ്ദം കൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്താ ഗവൺമെന്റ് എടുത്ത് പ്രഖ്യാപിച്ച തീരുമാനം? എന്താ ഗവൺമെന്റ് തീരുമാനിച്ചത്? സബ്സിഡി അർഹരായ ആളുകൾക്ക് കൊടുക്കും, അത് ഇന്ന ആളിന് കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പൊ വീണ്ടും നിങ്ങൾ ഈ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തള്ളിക്കൊള്ളുന്നൊരു ഏർപ്പാടാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സബ്സിഡി മാർക്കറ്റ് റേറ്റിൽ വാങ്ങേണ്ടി വരും. ഒരു ബഹളത്തിനിടെ പാവപ്പെട്ടവർക്ക് സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞതല്ലാതെ ആരാണ് പാവപ്പെട്ടവൻ? ആ പാവപ്പെട്ടവനെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഇപ്പോൾ സബ്സിഡി അനുഭവിക്കുന്ന 18 കോടി 11 ലക്ഷം കണക്ഷൻ ഉള്ള അത്രയും ആളുകൾക്ക് എത്ര പേർ ഈ പറയുന്ന സബ്സിഡിക്ക് അർഹരാകും? ഇതറിയണം. ഇത് സർക്കാർ വിശദീകരിച്ചാൽ താങ്കൾ പറയുന്നത് അംഗീകരിക്കാം. അഭിലാഷേ, അത് തീരുമാനമെടുക്കട്ടെ. തീരുമാനം എടുത്തില്ലല്ലോ. തീരുമാനമെടുത്തൊരു ഓർഡറായി വരുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങളിത് വളരെ നേരത്തെ ഒരു മറുപടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സബ്സിഡി കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വലിയ വാർത്താക്കി ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നുള്ള പ്രചരണം കൊടുക്കുന്നതുകൊണ്ടാണ് താങ്കൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിക്കാൻ സമയത്തിടണം. കേരളത്തിൽ കുറെ ആളുകൾ റേഷൻ എടുക്കില്ലായിരുന്നു, ആളുകൾ വാങ്ങില്ലായിരുന്നു. കാരണം എന്താ? പൊതു മാർക്കറ്റിൽ റേഷൻ വിലയും പൊതു മാർക്കറ്റ് വിലയും ഒരേപോലെയായി. അപ്പൊ ആളുകൾ റേഷൻ കടയിൽ പോകില്ല, പൊതു മാർക്കറ്റിൽ നിന്ന് വാങ്ങും. ഇതേപോലെ ഒരു അവസ്ഥ വരും. കാര്യം ഈ സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിനും വില കുറയും. സബ്സിഡി ഉള്ള സിലിണ്ടറിന്റെ ഏകദേശം അടുത്ത് സബ്സിഡി ഇല്ലാത്ത സിലിണ്ടർ വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാലും അതിനൊക്കെ പല കാരണങ്ങൾ ഉണ്ടാവും. ശ്രീ JR പത്മകുമാർ, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അത് വിശദീകരിച്ചു പോകാം. ശ്രീ എം പി രാജേഷ്, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള നയസമീപനങ്ങളിൽ പ്രധാനമായും പറഞ്ഞത് സബ്സിഡികൾ ടാർഗറ്റ് ചെയ്യും, യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് മാത്രം സബ്സിഡി എത്തുന്നു എന്ന് ഉറപ്പാക്കും, സബ്സിഡിയുടെ ചോർച്ച തടയും, അതുവഴി കൂടുതൽ സാമ്പത്തികാരോഗ്യം നേടും എന്നൊക്കെയായിരുന്നു. അപ്പോഴും സബ്സിഡി കിട്ടേണ്ട ആളുകൾക്ക് സബ്സിഡി നൽകും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഈ വിശദീകരണം ഇന്നലെ മന്ത്രിയിൽ നിന്ന് വരുന്നതോടുകൂടി ആ പറഞ്ഞ കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് വ്യക്തമാവുകയല്ലേ? അഭിലാഷ്, ദയവായിട്ടൊന്നും മതിയായ സമയം തരണം. അതല്ലെങ്കിൽ ഈ പത്മകുമാറിന്റെ തെറ്റിദ്ധരിപ്പിക്കൽ ആണ് വസ്തുത എന്ന് ആളുകൾ വിചാരിക്കും. എന്താണ് ഇത്? ഓർഡർ വരട്ടെ എന്നൊക്കെയാണ് പത്മകുമാർ പറഞ്ഞത്. 30-ാം തീയതി തീരുമാനമെടുത്തു എന്ന്, മെയ് 30-ന് തീരുമാനമെടുത്തു എന്ന് ലോക്സഭയിൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉത്തരത്തിൽ എന്റെ കയ്യിലുള്ളത് പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഉത്തരത്തിന്റെ കോപ്പിയാണ്. മെയ് 30-ന് എടുത്ത തീരുമാനം അതീവ ഗൂഢമാക്കി വെച്ചു. സബ്സിഡി അടുത്ത മാർച്ച് ആവുമ്പോഴേക്കും പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ തീരുമാനം മെയ് 30-ന് എടുത്തു. ഇപ്പൊ പാർലമെന്റിൽ ചോദ്യം വന്നപ്പോൾ മറുപടി പറയാതെ തരമില്ല എന്ന സ്ഥിതി വന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, പാവപ്പെട്ടവർക്ക് സബ്സിഡി എടുത്തു കളയുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചോദ്യം നേരത്തെ അഭിലാഷ് ചോദിച്ചതാണ്. ഇപ്പൊ 18 കോടി 11 ലക്ഷം ആളുകൾക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്.
അവരിൽ എത്ര പേർക്ക് ഈ സബ്സിഡി തുടരും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവരിൽ എത്ര പേര് പാവപ്പെട്ടവരുണ്ട്? 121 കോടി ജനങ്ങൾ ഉള്ളതിൽ 18 കോടിക്ക് ഇപ്പോൾ സബ്സിഡി കിട്ടുന്നു. അത് ആ 18 കോടിയും പാവപ്പെട്ടവരല്ല. ഇനി വേറെ ഏതാണ് പാവപ്പെട്ടവർ? നിങ്ങൾ പാവപ്പെട്ടവരായിട്ട് ഇന്ത്യയിൽ എത്ര പേരെയാണ് കണക്കാക്കിയിട്ടുള്ളത്? എന്താണ് മാനദണ്ഡം? എന്താണ് നിർവചനം പാവപ്പെട്ടവർ എന്ന് പറയുന്നതിന്റെ? ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടത്തരക്കാർ, മിഡിൽ ക്ലാസ് മാത്രമല്ല, മിഡിൽ ക്ലാസിന്റെ കാര്യം പോയി, അത് നോക്കിയിട്ട് കാര്യമില്ല. ലോവർ മിഡിൽ ക്ലാസ്, താഴ്ന്ന ഇടത്തരക്കാരുണ്ടല്ലോ, അവരിൽ ഏതാണ്ട് 100% ആളുകളും ഇതിന് പുറത്താവും. ഇനി സർക്കാർ ഒരു പക്ഷേ ചെയ്യാൻ പോകുന്നത്, ഇന്നത്തേത് ഒരു ഒഴുക്കൻ ഓറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവിടെ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആണ് പാർലമെന്റിൽ, മറ്റേത് ഒഴുക്കൻ ഓറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പരമാവധി ചെയ്യാൻ പോകുന്നത് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഈ ഉജ്ജ്വല സ്കീമിൽ കിട്ടിയ ആളുകളുടെ സബ്സിഡി ഒരുപക്ഷെ തുടരുമായിരിക്കും. അതും എല്ലാ കാലത്തേക്കും തുടരില്ല. കാരണം ഇപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞു കഴിഞ്ഞു സർക്കാരിന്റെ ലക്ഷ്യം സബ്സിഡി ഇല്ലാതാക്കലാണ് എന്ന്. പിന്നെ ഇനി ഒരു ഉജ്ജ്വല സ്കീം എന്ന വലിയ തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പിന്റെ സ്ഥിതി എന്താണെന്നറിയാമോ? അതിൽ ഡെപ്പോസിറ്റ് മാത്രമാണ് ആളുകൾക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത്. സിലിണ്ടറിന്റെ വില കൊടുക്കണം, അതുപോലെ സ്റ്റൗവിന്റെ വില കൊടുക്കണം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാനുള്ള അവസരമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സ്ഥിതി? ഇന്ത്യൻ എക്സ്പ്രസ് RTI പ്രകാരം പുറത്തു കൊണ്ടുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രണ്ട് പേജ് സ്റ്റോറി ചെയ്തിരുന്നു. എന്താണെന്നറിയാമോ? ഉജ്ജ്വല സ്കീമിൽ കണക്ഷൻ കിട്ടിയ ആളുകളിൽ രണ്ടാമതൊരു സിലിണ്ടർ എടുത്തത് വളരെ 8% പേരോ മറ്റുമാണ് എന്നാണ്. കാരണം രണ്ടാമതൊരു സിലിണ്ടർ എടുക്കാൻ ഇവർക്ക് ശേഷിയില്ല. അതാണ് ഉജ്ജ്വല സ്കീമിന്റെ കഥ എന്നുള്ളത്. ഇനി പത്മകുമാർ പറഞ്ഞ വേറൊരു വലിയ അബദ്ധം, ഇവിടെ 947 വിലയ്ക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശ്രീ പത്മകുമാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വില, ഇനി ക്രൂഡ് ഓയിലിന്റെ വിലയും LPGയുടെ വിലയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. അത് LPG വിലയെ നിർണ്ണയിക്കുന്നത് ക്രൂഡ് ഓയിൽ വിലയാണ് എന്ന പ്രാഥമിക ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അപ്പോ ക്രൂഡ് ഓയിലിന്റെ വില എത്രയായിരുന്നു? അന്ന് $114 ഒരു ബാരലിന് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് 45 രൂപ 60 പൈസ. ഇന്ന് എത്രയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നത്തെ വില? ഈ ദിവസം രാവിലെ 8:30 മണിയുടെ വിലയാണ് ഞാൻ പറഞ്ഞത്. $52.26 എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് 20 രൂപ 92 പൈസ. 3 കൊല്ലം മുമ്പ് മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ പകുതി പോലും ഇല്ല ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വില. പെട്രോളിന്റെ വില എത്രയാണ്? ഡീസലിന്റെ വില ഇപ്പൊ എത്രയാണ് പാചകവാതകത്തിന്റെ വില? ഈ 3 കൊല്ലത്തിനിടയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിലയിടിവ് ക്രൂഡ് ഓയിലിൽ ഉണ്ടായിട്ട് അതിന്റെ ആനുകൂല്യം പെട്രോൾ ഡീസൽ പാചക വിലകളിൽ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വില അടിക്കടി കൂട്ടി. ലോകത്തെല്ലായിടത്തും കുറഞ്ഞപ്പോ ഇവിടെ അടിക്കടി കൂട്ടി. കണ്ണിൽ ചോരയില്ലാതെ ഹിന്ദുക്കളടക്കം, നിങ്ങൾ വലിയ ഹിന്ദുക്കളുടെ ആൾക്കാരാണല്ലോ, ഹിന്ദുവിന് ഇളവൊന്നും കിട്ടിയിട്ടില്ല, എല്ലാവരെയും കൊള്ളയടിച്ച ഗവൺമെന്റാണ് നിങ്ങളുടെ ഗവൺമെന്റ്. നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒറ്റ കൊല്ലത്തിനിടയിൽ പാചകവാതക വില 10 തവണ കൂട്ടിയെന്നാണ്. 10 തവണയാണ് കൂട്ടിയത്. 3.25 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കാതെ കൈയടക്കി വെച്ച ആളുകളാണ് നിങ്ങളുടെ ഗവൺമെന്റ്. ശരി, ശ്രീമതി ബിന്ദു കൃഷ്ണ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന AICC സെഷനിൽ താൽക്കത്തോറയിൽ പ്രധാനമന്ത്രിയോട് രാഹുൽ ഗാന്ധി വൈകാരികമായി, പ്രധാനമന്ത്രി ജി നമുക്ക് 6 സിലിണ്ടർ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, അതിൻ്റെ എണ്ണം ഉയർത്തൂ എന്ന് പറയുമ്പോൾ അതിനുശേഷം മണിക്കൂറുകൾക്കകം 9 സിലിണ്ടറായി ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അന്ന് UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് മാത്രം 12 തവണ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 2 രൂപ നിരക്കിൽ 10 തവണയും 4 രൂപ നിരക്കിൽ 2 തവണയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ GSTയുടെ ഭാഗമായി വന്നിട്ടുള്ള വർധനവ് വേറെയുമുണ്ട്. 2 രൂപ 4 രൂപ നിരക്കിൽ മാത്രം തന്നെ 12 തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിക്കടി വില വർദ്ധിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ അറിയാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ നോക്കിയിരിക്കുകയാണോ? പ്രതിപക്ഷ പാർട്ടികൾ അറിയാതെ ഇരിക്കുകയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റ് സ്തംഭിക്കില്ലായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ക്രിയാത്മകമായി ഈ കാര്യത്തെ അങ്ങേയറ്റം ശക്തമായി എതിർക്കുകയാണ് എങ്കിലും ജനാധിപത്യത്തിൽ മേൽക്കൈ ലഭിച്ചു എന്ന താൽക്കാലികമായി കിട്ടിയ മേൽക്കൈയുടെ പിൻബലത്തിൽ എല്ലാ എതിർ ശബ്ദങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് മോഡി എന്ന് പറയുന്ന ഏകാധിപതി പോകുന്നതിന്റെ ഫലമായിട്ടാണ് എതിർ സ്വരങ്ങൾ, മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളല്ല, നമ്മളെ മാധ്യമങ്ങൾ അടക്കമുള്ള ഓരോ പൊതുസമൂഹം ഉയർത്തുന്ന എതിർപ്പുകളെ ഗൗനിക്കാതെ പോകുന്നത്. താങ്കൾ സൂചിപ്പിച്ചല്ലോ, തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്ന ഒരു അംഗമെന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു,
കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കാലഘട്ടങ്ങളിൽ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാടുകൾ ഉണ്ടായാൽ അതിനെ എതിർക്കുവാൻ 1000 നാവുകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയും ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണമുന്നണിയിൽ ഉണ്ടാകുമായിരുന്നു. ഇന്ന് BJP-യിലെ സ്ഥിതി എന്താ? BJP-യിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായില്ല. ഒന്നാമതായി ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുക എന്നുള്ളത് വൈമുഖ്യമായിട്ട് അവർ കാണുന്നു. SBI പോലെയുള്ള ഒരു ദേശസാൽകൃത ബാങ്കിൽ നമ്മളടക്കമുള്ള സാധാരണക്കാർ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ വായ്പയ്ക്ക് ചെന്നാൽ എത്രയോ കടമ്പകൾ കടക്കണം, എത്ര തവണ ബാങ്കുകളിൽ കയറിയിറങ്ങി ചെരുപ്പ് തേയണം. പക്ഷേ BJP-യുടെ ആഭിമുഖ്യമുള്ള, വിശേഷിച്ച് പ്രധാനമന്ത്രിയുടെ ആഭിമുഖ്യമുള്ള ശതകോടീശ്വരന്മാരായ വ്യവസായികൾക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ഒറ്റ ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ലോൺ എടുത്തു കൊടുക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമോ, കോടിക്കണക്കിന് രൂപ അവരുടെയൊക്കെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാവപ്പെട്ട ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അട്ടിമറിക്കുക ഒരു BJP-കാരന്റെ ഔദാര്യമല്ല ഈ സബ്സിഡി എന്ന് പറയുന്നത്. തീർച്ചയായും സബ്സിഡി കറക്റ്റ് വിശദമായി താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ഞാൻ പത്മകുമാർ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ സബ്സിഡി പിൻവലിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം? ഇപ്പോൾ എന്തായാലും ഈ മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും മാത്രമല്ല ഇതിലെ കളിക്കാർ. SROയിലും റിലയൻസ് ഇൻഡസ്ട്രീസും അദാനിയും സജീവമായ കളിക്കാരാണ്. അപ്പോൾ ചോദിക്കും, LPG കൺട്രോൾ ഓർഡർ പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ലേ റീറ്റെയിൽ വിൽപ്പന നടത്താവൂ എന്ന്. അതും മാറി വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ റിലയൻസ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടപ്പാക്കുന്നുണ്ട്. 5 കിലോഗ്രാം ഉള്ള ചെറിയ സിലിണ്ടർ വിപണിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രോജക്റ്റ് ഡെമോൺസ്ട്രേഷനുകളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ആർക്ക് വരാൻ വേണ്ടിയുള്ള വഴിയൊരുക്കലാണിതെന്ന് നാട്ടുകാർക്ക് സംശയിച്ചുകൂടെ? അഭിലാഷ്, എനിക്ക് ഈ രാജേഷ് പറഞ്ഞതും ബിന്ദു കൃഷ്ണ പറഞ്ഞതിനും മറുപടി പറയാനുള്ള സമയം തരണം. ശരി, അത് കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഞാൻ ഇപ്പോ അദ്ദേഹം പറഞ്ഞാൽ 18 കോടി ആളുകൾക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ രാജേഷ്, പ്രിയപ്പെട്ട രാജേഷ്, താങ്കൾക്ക് 12 സിലിണ്ടർ സബ്സിഡി റേറ്റ് കിട്ടുന്നില്ലേ? എനിക്ക് കിട്ടുന്നുണ്ട്, ഈ ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടുന്നുണ്ട്. ഇത് ആവശ്യമാണോ? അത് ആദ്യം തീരുമാനിക്ക്. അങ്ങനെ അനർഹരായിട്ടുള്ള കുറെ ആളുകളെ കുറച്ചു വന്നാൽ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ MP-മാർക്ക് കിട്ടുന്നുണ്ട്, IAS-കാർക്ക് കിട്ടുന്നുണ്ട്, IPS-കാർക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും 12 സിലിണ്ടർ സൗജന്യ റേറ്റ് കിട്ടുന്നു. അതാണ് ഈ 18 കോടി എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും അർഹതയുള്ള ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നൊരു നിലപാട് തന്നെയാണ് ഈ ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ നേരത്തെ പല ചർച്ചകളിലും വന്നിട്ട് കാലകാരിയുടെ പെട്രോളിയത്തിന്റെ വിലയും അത് നിങ്ങളുടെ സാമ്പത്തിക പോളിസി വേറെ, ഞങ്ങളുടെ പോളിസി വേറെ. കയ്യിൽ കാശ് കിട്ടുമ്പോൾ എല്ലാം വാരി വിതറിയിട്ട് പിന്നെ ഇല്ലാത്ത സമയത്ത് ഈ താടിക്ക് കൈ കൊടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ ഗ്യാസിന്റെ സബ്സിഡി മാത്രമല്ലല്ലോ, ഈ വീടില്ലാത്ത ആളുകൾക്ക് വീട് വേണം. അതിന് ആണ് പ്രധാനമന്ത്രി ആവാസ് യോജന വരുന്നത്. സൗജന്യമായി വൈദ്യുതി വേണം, അത് കൊടുക്കുന്നുണ്ട്. സൗജന്യമായി ടോയ്ലറ്റ് വേണം, സൗജന്യമായി വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നൈപുണ്യ വർക്ക് ആളുകളെ സ്കിൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരണം. അതുപോലെ ഓരോ ജനങ്ങളുടെയും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പിടിച്ചിട്ട് പെട്രോളിന് ഇത്ര വില കിട്ടുന്നു, കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ന്യായമല്ല. അതൊരു സാമ്പത്തിക വീക്ഷണവുമല്ല, നിങ്ങൾ എടുക്കുന്ന സാമ്പത്തിക നയമല്ല ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ ബിന്ദു കൃഷ്ണയോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്രിയപ്പെട്ട ബിന്ദു കൃഷ്ണ, നിങ്ങൾ ഈ 47 മുതൽ ഭരിച്ചിട്ട് ഇന്ത്യയിൽ എത്ര ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? 2 കോടിയിൽ താഴെ ആളുകൾക്കാണ് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ 1ാം NDA ഗവൺമെന്റും അതുപോലെ ഇപ്പോൾ 2ാം NDA ഗവൺമെന്റുമാണ് ബാക്കി ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. പാവപ്പെട്ടവർക്ക് വിറവില്ല, 3 സെന്റ് ആയിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഈ 3 സെന്റ് താമസിക്കേണ്ട ഗതികേട് വന്നത് എന്തുകൊണ്ടാ? ഈ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചതുകൊണ്ടാ. പിന്നെ ഈ ലോണിന്റെ കാര്യമൊക്കെ കുറെ കാര്യം നിരവധി തവണ നിങ്ങൾ പറയുന്നുണ്ട്. അത് സ്റ്റേജ് പ്രസംഗത്തിന് കൊള്ളാം, പാർട്ടി യോഗത്തിന് കൊള്ളാം, ചർച്ചയിൽ ഞാനിപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. ശരി, അല്ല എന്തായാലും മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ 14 കോടി ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നു ശ്രീ JR പത്മകുമാർ. ഇപ്പോൾ 21 കോടി, ഭാഗ്യത്തിന് 7 കോടിയേ കൂടിയിട്ടുള്ളൂ. അതോടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇത് എന്ന് ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. 2015 ഓഗസ്റ്റിൽ
റിലയൻസ് ഇൻഡസ്ട്രീസിന് 1,00,000 ടൺ LPG പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പാരലൽ മാർക്കറ്റിംഗ് സ്കീം വഴി ബൾക്ക് കൺസ്യൂമേഴ്സിന് LPG വിൽക്കാം നമ്മുടെ നാട്ടിൽ. അപ്പോൾ വലിയ റിഫൈനറികളൊക്കെയുള്ള വലിയ എണ്ണ ശുദ്ധീകരണ ശാലകളൊക്കെയുള്ള സ്വകാര്യ വമ്പന്മാർ ഇവിടെ ഉണ്ട്. അവർ റീറ്റെയിൽ രംഗത്തും പലതരത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടി വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൈസിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിന് മറുപടി വേണം. അല്ല അഭിലാഷ്, പറയൂ. അല്ല അതിന് മറുപടി ഞാൻ പറയാം. ഈ ഈ വൻപന്മാര് പ്രൈവറ്റ് സ്വകാര്യ മേഖലയിൽ വന്നത് ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോ അല്ലല്ലോ. നിങ്ങൾക്കറിയാലോ, പന്നമുക്ത ഓയിൽ പാടം മുംബൈയില് ഓയിൽ പാടം, ആ ഓയിൽ പാടം 25 കോടി രൂപയ്ക്ക് 25 വർഷം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വില എന്നുള്ളത് കൂട്ടിക്കൊണ്ടുവന്ന് ഈ റിലയൻസിനും മറ്റുള്ളവർക്കുമൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ്. അതായത് ഒരുമിച്ച് ഒരേപോലെ കച്ചവടം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് ഈ തീരുമാനമെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് താങ്കളുടെ വിശകലനമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഈ സ്വകാര്യ മേഖലയെ ഈ പെട്രോളിയം മേഖലയിലേക്ക് തീരെഴുതി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് തുടർന്ന് വന്നിട്ട് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞ തുടർച്ചയാണ്. ഒരു ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു പോളിസിയിൽ നമുക്ക് രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ മാറ്റം വരുത്താമെന്നുള്ള, അല്ലാതെ ഇനി ഇവിടെ പ്രൈവറ്റൈസേഷൻ പാടില്ല പെട്രോളിയം മേഖലയിൽ നിന്ന് തീരുമാനം എടുക്കാൻ കഴിയുമോ? അതെങ്കിൽ പറയൂ. അപ്പൊ സ്വാഭാവികമായിട്ട് പെട്രോളിയം ഈ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്ന രീതിയിൽ സ്വകാര്യ മേഖലയിൽ വിൽക്കും, ഇടപെടും. ഞാൻ ചോദിക്കുന്ന ചോദ്യം താങ്കൾക്ക് മനസ്സിലാകാത്തതല്ലോ. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ ഗ്യാസ് വിതരണം ചെയ്യുന്ന സബ്സിഡൈസ്ഡ് റേറ്റിൽ ഒരു സ്വകാര്യ കമ്പനി, റിലയൻസോ അല്ലെങ്കിൽ SRO ആരെങ്കിലും ആകട്ടെ, ഒരു സ്വകാര്യ കമ്പനി ഗ്യാസ് വിതരണം ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് നഷ്ടമുണ്ടാകുമല്ലോ, അവർക്ക് നഷ്ടത്തിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈക്വൽ റേറ്റിൽ വിൽക്കണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്ന ഗ്യാസിന്റെ വില കൂട്ടുക എന്ന ലളിതമായ യുക്തിയിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ടാണോ ഈ തീരുമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അല്ലല്ലോ. 1020 രൂപയ്ക്കുള്ളത് ഉണ്ടായിരുന്നത് 577 രൂപയ്ക്ക് 531 രൂപയ്ക്ക് കൊടുക്കുന്നത് പൊതുമേഖലാ കമ്പനികളാണ്. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാൽ മതി. പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റ് ആളുടെ കയ്യിൽ പോകുന്നത് സാധാരണക്കാരനല്ലല്ലോ. സാധാരണക്കാരന് ഗവൺമെന്റ് സൗജന്യം കൊടുക്കല്ലേ. കാശുള്ളവർ എവിടെ പോയി വാങ്ങട്ടെ, അതിന് നിങ്ങൾക്കെന്താ? എനിക്ക് മനസ്സിലായില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നത്? സർക്കാർ സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട്? അല്ലെങ്കിൽ എല്ലാം മാർക്കറ്റ് വിലയാണല്ലോ. ഇപ്പൊ 500 അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ലല്ല, ഇപ്പോൾ വില കുറഞ്ഞു എന്നുള്ളതിന്റെ ഉത്തരം വളരെ ലളിതമല്ലേ. അതല്ലേ നേരത്തെ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ കാര്യം ഇവിടെ വിശദീകരിച്ചത് ശ്രീ JR പത്മകുമാർ. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ പ്രൈസ് എന്താണ് എന്ന് വിശദീകരിച്ചുവല്ലോ. $52 ഒരു ബാരലിന് കുറഞ്ഞു. ആ രീതിയിലാണ്. കേട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലോ. പെട്രോളിയം ഉൽപ്പന്നത്തിൽ അതിലെ സബ്സിഡി, അതിൽ കിട്ടുന്ന പൈസ, ആ പൈസ ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. പകുതി കൺസ്യൂമേഴ്സിനും പകുതി ഗവൺമെന്റിനുമാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു BJP-കാരന്റെ കയ്യിലേക്കല്ല വരുന്നത്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക്, റോഡിന്റെ വികസനം, നമ്മുടെ ആശുപത്രിയുടെ വികസനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ. രാജേഷ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ ഈ സബ്സിഡി കൊടുത്ത് സർക്കാരിന് ഒരുപാട് പണം നഷ്ടമാകുന്നു. ആ സബ്സിഡി കൊടുക്കേണ്ട പണം അങ്ങനെ സബ്സിഡി കൊടുത്ത് പാഴാക്കി കളയുന്ന, സർക്കാരിന്റെ വീക്ഷണമാണ് ഞാൻ പറയുന്നത്, പാഴാക്കി കളയുന്ന പണം കുറെ കൂടി ആവശ്യമുള്ളവർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് മറ്റു തരത്തിലുള്ള സഹായം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്? പത്മകുമാർ പറയുന്നത് കേട്ടാൽ തോന്നുന്നു അദ്ദേഹം പറയുന്നത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ BJP അനുയായികൾക്കും മാത്രം മനസ്സിലാവുന്ന, നാട്ടുകാർക്കാർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ശരിയാണ്, നാട്ടുകാർക്കാർക്ക് ഇത് മനസ്സിലാവില്ല ഈ യുക്തിയൊന്നും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നുക പെട്രോൾ ഡീസൽ പാചകവാതകത്തിന് ബാക്കിയൊക്കെ സൗജന്യമായിട്ട് സർക്കാർ കൊടുക്കുകയാണ് എന്ന് ആണോ? ബാക്കിയെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുകയാണോ? ആരോഗ്യം സൗജന്യമാണോ? വിദ്യാഭ്യാസം സൗജന്യമാണോ? വൈദ്യുതി സൗജന്യമാണോ?
ഇതെല്ലാം സൗജന്യ വീട് സൗജന്യമായിട്ട് കൊടുക്കാന്നോ? ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ പെട്രോൾ ഡീസൽ നിയന്ത്രണ അധികാരം സർക്കാർ ഉപേക്ഷിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്താ? ദയവീത് പത്മകുമാറിന്റെ എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടപെടരുത്. ഇതെല്ലാം വില നിയന്ത്രണ അധികാരം സർക്കാർ എണ്ണ കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞത് എന്താ? അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പമാവണം ഇന്ത്യയിലെ വില എന്നാണ്, അല്ലെ? അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പമാവണം എന്നാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പമാണോ അല്ലേന്ന് ഞാൻ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ സമാധാനം പറയാൻ ബാധ്യസ്ഥരാണ്. അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് വില നിയന്ത്രണം എടുത്തു കളഞ്ഞത് എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിലയ്ക്ക് ഇവിടെ വിൽക്കാത്തത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് അദ്ദേഹം മറുപടിയേ പറഞ്ഞില്ല. ഉജ്ജ്വല സ്കീമിൽ 2.5 കോടി ആളുകൾക്ക് കൊടുത്തു. അവരിൽ വെറും 8% രണ്ടാമത്തെ സിലിണ്ടർ എടുത്തത്. കാരണം എന്താ അറിയോ? ഈ വിലയ്ക്ക്, സബ്സിഡി വിലയ്ക്ക് പോലും അവർക്ക് താങ്ങുന്നില്ല. അതുകൊണ്ട് ബാക്കി 90% ആളുകളും രണ്ടാമത്തെ സിലിണ്ടർ എടുത്തിട്ടില്ല. അത് ഈ ഉജ്ജ്വല സ്കീം എന്ന വലിയ തട്ടിപ്പിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞു എല്ലാം ഇങ്ങനെ റോഡുണ്ടാക്കാനും മറ്റൊക്കെ പൈസ വേണ്ടേ എന്നാണ്. നിങ്ങൾക്ക് സബ്സിഡി പാടില്ല എന്ന് പറയുന്ന നിങ്ങൾ നികുതി ഇളവ് പാടില്ല എന്ന നിലപാടെന്താ എടുക്കാത്തത്? ആർക്കാ നികുതി ഇളവ് കിട്ടുന്നത്? കോർപ്പറേറ്റ് നികുതി ഇളവ്, അതുപോലെ ആദായ നികുതി ഇളവ്, സ്വത്ത് നികുതി ഇളവ്, ഇങ്ങനെയുള്ള വൻകിടക്കാർക്ക് കിട്ടുന്ന നികുതി ഇളവ് പാടില്ല എന്ന് നിങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ നികുതി ഇളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. സബ്സിഡി കുറയ്ക്കുന്നു, നികുതി ഇളവ് കൂട്ടുന്നു. 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് നികുതി നിരക്ക് 25% കുറച്ച് അവർക്ക് ആശ്വാസം കൊടുത്തത്, ഇളവ് കൊടുത്തത്, റിലയൻസിനെ പോലുള്ളവർക്ക് ഇളവ് കൊടുത്തത് നിങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു. ജെയ്റ്റ്ലിയുടെ ബജറ്റ് പ്രസംഗമാണ്. 30-ൽ നിന്ന് 25 കോർപ്പറേറ്റ് നികുതി കുറച്ചു. പിന്നെ നിങ്ങൾ സബ്സിഡിക്കെതിരെ ഇപ്പൊ ചന്ദ്രഹാസം ഇളക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഗവൺമെന്റ് വന്നിട്ടാണ് 1,14,000 കോടി രൂപ വൻകിട വായ്പകൾ എഴുതി തള്ളിയത്. 1,14,000 കോടി. ഇനി വെറും 12 കമ്പനികളിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള വായ്പ 3.5 ലക്ഷം കോടി രൂപയാണ്. ഒരു നയ പൈസ നിങ്ങൾ പിരിച്ചെടുത്തോ? വിജയ് മല്യയുടെ വായ്പ നിങ്ങൾ പിരിച്ചെടുത്തോ? അത് വേറെയാണ്, ഇതിന് പുറമെയുള്ളതാണ്. 12.5 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ സ്ട്രെസ്ഡ് അസറ്റ്സ്, കിട്ടാക്കടം. അത് നിങ്ങൾ പിരിച്ചെടുക്കാൻ കാണിച്ചിട്ടുണ്ടോ? യുദ്ധം ചെയ്യുന്നത് പാവപ്പെട്ടവന്റെ നേരെയാണ്. സബ്സിഡി കിട്ടുന്ന സാധാരണക്കാരന്റെ, താഴ്ന്ന ഇടത്തരക്കാരന്റെ കഴുത്തിനാണ് നിങ്ങൾ പിടിക്കുന്നത്. എന്തേ ഈ കോർപ്പറേറ്റുകളുടെ കഴുത്തിന് പിടിക്കാൻ ധൈര്യമില്ലാത്തത്? നിങ്ങൾ അവരുടെ താല്പര്യം വെറുതെ അല്ല 15 കോടി വെച്ച് ഗുജറാത്തിൽ MLA-ക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്തു കൊടുത്താൽ അംബാനി എടുത്തു കൊടുക്കും MLA-മാരെ വിലക്കെടുക്കാനുള്ള പണം. ശരി, അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ശ്രീ JR പത്മകുമാർ, അതിന് മറുപടി വേണം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ വഞ്ചന എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നുവല്ലോ. ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കാം. സർക്കാർ പറഞ്ഞു നിങ്ങളുടെ സബ്സിഡി പണം ഇനി പണത്തിന്റെ രൂപത്തിൽ, ഒരു നിമിഷം, പണത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന്. അത് വിശ്വസിച്ചാണ് ജനങ്ങൾ ഈ ഗ്യാസിന്റെ സബ്സിഡിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോയത്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം, നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ആ യാഥാർത്ഥ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് ഓരോന്നും. ഇപ്പോ പൊതുവിതരണ സമ്പ്രദായം എടുക്കുക, ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യം എടുക്കുക. ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നേരിട്ടുള്ള ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആണല്ലോ. ഇതൊരു മാനായി വരുന്ന മാരീചനാണ്. നേരിട്ട് പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കാം, ഇങ്ങനെയാണ് സബ്സിഡികൾ ടാർഗറ്റ് ചെയ്യുക എന്ന നാട്യത്തിൽ എല്ലാ തരത്തിലുള്ള സബ്സിഡികളും എടുത്തു കളയാനുള്ള തന്ത്രം, ആലോചന അതല്ലേ ഉള്ളത്? അല്ലല്ലോ, ഒരു അജണ്ട ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത്, രാജേഷിനും അത് മനസ്സിലാകാത്തത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഈ നിങ്ങൾ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി വരുമെന്ന് പറയുന്ന എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് സബ്സിഡി. ഇപ്പോ ഇത് പരിശോധിച്ചിട്ട് അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ട്, ഞാൻ പറയട്ടെ, അർഹതപ്പെട്ട ആളുകളുടെ മുഴുവൻ അക്കൗണ്ടുകളിലേക്കും സബ്സിഡി വരും. കാരണം പാവപ്പെട്ടവർക്ക് സബ്സിഡി കൊടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി പറഞ്ഞ 2 ആരോപണങ്ങൾ, ബിന്ദു കൃഷ്ണ പറഞ്ഞതും രാജേഷ് പറഞ്ഞതും, ഞാനത് ചോദിക്കട്ടെ. ഈ പറഞ്ഞിട്ടുള്ള ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ആളുകൾക്ക് എത്ര കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ള സൗജന്യം? ഈ പറഞ്ഞ നികുതി ഇളവിനെ കുറിച്ച് പറഞ്ഞിട്ട് 30% നിശ്ചയിച്ചിട്ട് ഇപ്പൊ അത് 25 ആക്കിയത് എന്ത് മണ്ടത്തരമാണ് രാജേഷ് പറഞ്ഞത്? 30% നിശ്ചയിച്ച സമയത്ത് എത്ര ശതമാനമാണ് ഈടാക്കാൻ കഴിഞ്ഞത്? 18% ഈടാക്കാൻ കഴിഞ്ഞത്. 30% നിയമമായി പ്രഖ്യാപിച്ചു. കാരണം ഇളവുകളുണ്ട്,
ഡിസ്ക്രിപ്ഷനിലുള്ളത് കൊണ്ട് 18 മാത്രമേ ഈടാക്കാൻ കഴിയൂ. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ 25% ഡിസ്ക്രിപ്ഷൻ എടുത്തു കളഞ്ഞു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇളവ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. 25 പ്രഖ്യാപിച്ചാൽ 25 വസൂലാക്കാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനമാണ് ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ നിങ്ങൾ പറയുന്ന 1 ലക്ഷം കോടി 5 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയിൽ ഇന്ന് വന്നിട്ടുള്ള NBAയിൽ കിട്ടാക്കടത്തിൽ ഒരു 10% മാത്രമേ വലിയ ലോഡുള്ളൂ. ബാക്കി ഏറ്റവും ഒരു 60% കൂടുതൽ വരുന്നത് റാം എന്ന് പറയുന്ന സെക്ടറിലാണ്. ശരി, എനിക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ സബ്സിഡികളുടെ ഭാരം എന്നുള്ളത് കഴിഞ്ഞ UPA സർക്കാരും നേരിട്ട ഒരു പ്രശ്നമായിരുന്നു. സബ്സിഡികളുടെ ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുക്കണ്ടാത്ത ഭാരം കൂടി സർക്കാർ തലയിലേറ്റി വെക്കുന്നത് കൊണ്ട് സാമ്പത്തിക ആരോഗ്യത്തെ ബാധിക്കുന്നു, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ പണമില്ലാതെ വരുന്നു എന്നുള്ളതാണ്. കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയധികം കോടി സബ്സിഡി ഇനത്തിൽ, എണ്ണ സബ്സിഡി ഇനത്തിൽ മാത്രം കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറയുന്നുണ്ട്. ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആയപ്പോൾ കുറഞ്ഞു. പിന്നെ 2 ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി എടുത്തു കളഞ്ഞപ്പോൾ ആ നിലയ്ക്ക് കുറഞ്ഞു. ഇപ്പോൾ അത് കുറച്ചു വരുന്നുണ്ട്. അങ്ങനെ കുറച്ചു കൊണ്ടുവന്ന് ആ പണം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആലോചന എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അതിലെവിടെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം? ഒന്നാമതായി സബ്സിഡിയുടെ ഭാരമെന്ന് കോൺഗ്രസ് പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സബ്സിഡിയുടെ ലീക്കേജ്, കോടീശ്വരന്മാരടക്കം ഈ സബ്സിഡി കൊണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കി അർഹർക്ക് കൊടുക്കണം. അതിപ്പോ ശ്രീ പത്മകുമാർ പറയുന്നത് പോലെയുള്ള അർഹരല്ല, യഥാർത്ഥ അർഹര്. ഇവര് പറയുന്നത് പാവങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ പാവങ്ങളെ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഒരു മാനദണ്ഡമെങ്കിലും ഈ കാര്യത്തിൽ ഈ ഗവൺമെന്റിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ചർച്ചയിൽ എനിക്ക് ഏറ്റവും രസകരമായി, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പത്മകുമാർ പറയുകയാണ്, ഈ പെട്രോളിയം പോളിസി എന്നൊക്കെ പറയുന്നത് പഴയ ഗവൺമെന്റിന്റെതാ, കോൺഗ്രസ് ഗവൺമെന്റിന്റെതാ, അത് ജനോപകാരപ്രദമായതുള്ളത് പിന്തുടരുക തന്നെ ചെയ്യും, അല്ലാത്തതേ മാറ്റാൻ പറ്റുമെന്ന്. ഈ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഓരോ നയപരിപാടികളും തെറ്റാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തെരുവോരങ്ങൾ സംഘർഷഭരിതമാക്കി സമരം നടത്തിയ നിങ്ങൾ ഇന്ന് അധികാരത്തിൽ വന്ന് ആ നയപരിപാടികൾ, സാമ്പത്തിക നയം അടക്കം പിന്തുടരുമ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞതിന് ഈ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? അതൊരു കാര്യം. രണ്ടാമതായി, കോൺഗ്രസ് ഗവൺമെന്റ് പെട്രോളിന്റെ പ്രൈസ് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ കൊടുത്തിരുന്നുള്ളൂ. നിങ്ങൾ വന്ന് ഡീസൽ, ഈ രാജ്യത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്നത് അടക്കം നിങ്ങൾ ആളുകൾക്ക് കൊടുത്തു, വ്യാപാരികൾക്ക് അല്ലെങ്കിൽ അതിന്റെ വ്യവസായികൾക്ക് തീരുമാനമെടുക്കാൻ കൊടുത്തു. മാത്രമോ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം, വിദ്യാഭ്യാസം നൽകണം, മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കണം. ഇത് കേട്ടാ തോന്നും ഈ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇതൊക്കെ തുടങ്ങിയത്. 47 ഒന്നുമില്ലാതെ ഇന്ത്യ രാജ്യത്തിന് അധികാരം കൈമാറിയ ഇടത്ത് നിന്ന് ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഈ രാജ്യത്തെ നയിച്ചത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ എടുക്കുന്ന ഈ നിലപാട് നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ വല്ലാതെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് സബ്സിഡി വേണ്ട എന്ന് വെച്ചില്ല, മറിച്ച് പാചകവാതകത്തിന്റെ കാര്യത്തിൽ സബ്സിഡിയുടെ എണ്ണം നിശ്ചയിക്കുകയാണ് ചെയ്തത്. അത് 6 സിലിണ്ടറായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. പെട്രോളിന്റെ കാര്യത്തിലാണെങ്കിൽ വില നിയന്ത്രണം എടുത്തു കളഞ്ഞു. BJP വന്നപ്പോൾ ഡീസലിന്റെയും കൂടി എടുത്തു കളഞ്ഞു. പക്ഷേ ആ കാലത്ത്, കോൺഗ്രസിന്റെ കാലത്ത് BJPക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ശോഭാ സുരേന്ദ്രനും V മുരളീധരനും ഒക്കെ ഒരു ബൈക്കൊക്കെ തള്ളിക്കൊണ്ടുപോകുന്ന കാഴ്ച, നിങ്ങൾ കാളവണ്ടി യാത്ര നടത്തുന്ന കാഴ്ച, സ്മൃതി ഇറാനിയും അരുൺ ജെയ്റ്റ്ലിയും കൂടി ഒരു പാചകവാതക സിലിണ്ടർ ഡൽഹിയിലെ തെരുവോരത്ത് വെച്ചിട്ട് പ്രതീകാത്മകമായി പാചകം ചെയ്യുന്ന കാഴ്ച, ഈ കാഴ്ചകളൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ മുൻപിലുണ്ട്. അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്പം ജാള്യം തോന്നുന്നുണ്ടോ? അന്ന് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, നിങ്ങൾക്കൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ അജണ്ടയുണ്ട്, അതുപോലെയാണ് ഇത് എന്ന് വരുത്തി തീർക്കാൻ. അതുകൊണ്ടാണ് താങ്കൾ ഇത് ഇങ്ങനെ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ഈ കിട്ടുന്ന ഈ സബ്സിഡി അർഹരായുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ ഈ പാവപ്പെട്ട ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബിന്ദു കൃഷ്ണ ഈ രാജ്യത്തല്ലല്ലോ ജീവിക്കുന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 240 പ്രോജക്റ്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്.
പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നടപ്പിൽ വരുത്തിയ പദ്ധതികളിൽ ഏതാണ് അംബാനിക്കും അദാനിക്കും ഗുണകരമായിട്ടുള്ളത്? ഇവിടത്തെ ഏറ്റവും പട്ടിണിപ്പാവകള്, ഏറ്റവും ഈ ദരിദ്ര നാരായണന്മാര്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പദ്ധതികൾ. ഉജ്ജ്വല പദ്ധതി ആയാലും ശരി, സ്കിൽ ഇന്ത്യ ആയാലും ശരി, ഭീമാ സുരക്ഷാ യോജന ആയാലും ശരി, മുദ്രാ ബാങ്ക് ആയാലും മുദ്രാ ലോൺ ആയാലും ശരി, ഏത് പദ്ധതി എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ദരിദ്രരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റെഗുലറൈസ് ചെയ്യുമ്പോൾ സബ്സിഡി ഏതെങ്കിലും റെഗുലറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ ഉപയോഗിക്കുന്നത്. അല്ലാതെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ലക്ഷക്കണക്ക് കോടിക്കണക്കിന്. താങ്കൾ നേരത്തെ വിശദീകരിച്ചതാണല്ലോ. എനിക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇടപെടുന്നു. അവസാനമായി MP രാജേഷ്, ഇത് പാചകവാതക സബ്സിഡിയുടെ കാര്യത്തിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതാണെന്ന് കാണണോ, അതോ എല്ലാ തരത്തിലുമുള്ള സർക്കാർ ഇടപെടലുകളിൽ ഇതേമാതിരിയുള്ള പിൻവാങ്ങൽ പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ലേ, സബ്സിഡികൾ ഇല്ലാതാക്കുക എന്നത് ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് കുറച്ചു കൊണ്ടുവരികയാണ്. UPA ഗവൺമെന്റും ഇത് തന്നെയാണ് ചെയ്തത്. അത് പത്മകുമാർ പറഞ്ഞതിൽ ഒറ്റ കാര്യം മാത്രമേ വസ്തുതയുള്ളൂ. UPA ഗവൺമെന്റ് ചെയ്തതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ്. പെട്രോൾ വില നിയന്ത്രണ അധികാരം വിട്ടുകൊടുത്തുകൊണ്ട് ആ സബ്സിഡി ഇല്ലാതാക്കിയത് UPA ഗവൺമെന്റാണ്. ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും ഇപ്പോൾ മോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി രാസവളം, അതുപോലെ ഭക്ഷ്യ സബ്സിഡി, എല്ലാത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പത്മകുമാറോട് പറഞ്ഞു, കോർപ്പറേറ്റ് നികുതി 30-ൽ നിന്ന് 5% 25 കുറച്ചത് ഞാൻ പറഞ്ഞത് മഹാമണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സർവജ്ഞപീഠം കഴിഞ്ഞ മാസവും മറ്റോ കയറിയതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു തോർക്കുന്നു. പക്ഷെ സർവജ്ഞപീഠം കയറുന്ന തിരക്കിനിടയിൽ അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റ് വായിച്ചു നോക്കാൻ സമയം കിട്ടിക്കാണില്ല. ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണെങ്കിൽ ആ മണ്ടത്തരം അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതാണ്. അതാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. 30-ൽ നിന്ന് 25 കുറയ്ക്കുന്നു എന്നത്. നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് നിരന്തരമായി ഇളവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളതിന് മറുപടി പറഞ്ഞാൽ മതി, അല്ലാതെ എന്റെ സർവജ്ഞ പീഠം അതെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു നിങ്ങൾക്ക്. താങ്കൾ പറഞ്ഞത് അത് വിവരക്കേട് തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം 30% കിട്ടിയപ്പോ 18% വസൂലാക്കാൻ കഴിഞ്ഞുള്ളൂ. അതേസമയം ഞങ്ങൾ 25% കോർപ്പറേറ്റുകൾ എന്ത് ഈടാക്കും? സർവജ്ഞപീഠം കയറിയ ആളുകൾക്ക് വളരെ സാധാരണമായ വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. സർവജ്ഞപീഠം അല്ലല്ലോ നിങ്ങൾ പറയുന്നതൊക്കെ. സർവജ്ഞപീഠം കയറിയിട്ടാണോ? കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, അല്ലാതെ സർവജ്ഞപീഠം അത് കയറണ്ട. ശരി, എന്തായാലും എനിക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് കൂടുതൽ ഭാരമുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. പാചകവാതകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ അനുഭവിക്കുന്ന പാചകവാതക സബ്സിഡിയുടെ കാര്യത്തിൽ ഇനി ആ സബ്സിഡി 1 വർഷം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകില്ല. അത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരികയാണ്. ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് കുറച്ചുകൊണ്ടുവരികയാണ്. ആ പരിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരൊക്കെയാണ്, ആർക്കൊക്കെ ഇനി സബ്സിഡി കിട്ടുമെന്നുള്ള കാര്യം സർക്കാർ വിശദീകരിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ അറിയാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ JR പത്മകുമാർ, ശ്രീ MP രാജേഷ് MP, ശ്രീമതി ബിന്ദു കൃഷ്ണ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.